guys, welcome to our channel. ഇതെന്റെ ചേച്ചിയുടെ മോനാണ്, ബോംബെയിൽ നിന്ന് വന്നതാണ്. അവൻ ഇന്ന് എന്താ ഉണ്ടാക്കുന്നതിന് പറഞ്ഞു തരും. എന്റെ കസിൻ ബ്രദർ ആണ്. അപ്പം ക്രിസ്റ്റഫർ നമുക്ക് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത്. ജ്യൂസി ഫ്രൂട്ട് ബൈറ്റ്സ് ആണ് ഡിഷിന്റെ പേര്. അതിലേക്ക് പറഞ്ഞ സാധനങ്ങളാണ് ഗ്രീൻ ഗ്രേപ്സ്, ബ്ലാക്ക് ഗ്രേപ്സ്, ആപ്പിൾസ്, ഓറഞ്ചസ്, സ്ട്രോബെറീസ്, ഡ്രാഗൺ ഫ്രൂട്ട് ആൻഡ് കീവി. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി കറിക്ക് കട്ടും പ്ലഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ മറന്നുപോയാൽ ഇന്ന് 7-Up പോകും. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് അത് ഈ പ്ലേറ്റ് ഒന്ന് ഇതിലിടാം. What's up in it? കഴിക്കേണ്ട വെള്ളം തീരുന്നില്ല. ബേസിക്കലി ഇതിപ്പോ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 6 to 7 hours നമ്മൾ ഫ്രിഡ്ജിൽ സോക്ക് ചെയ്യുന്നു. അപ്പഴല്ല ഫ്ലേവേഴ്സ് ഉണ്ടാക്കിയിട്ട് പോകുന്നത്. ബട്ട് ഫോർ നാ ഒരു 3 ഗ്ലാസ് നമുക്ക് ഫിൽ ചെയ്തെടുക്കുക ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. സോ നമ്മുടെ ജ്യൂസി ഫ്രൂട്ട് ബൈറ്റ്സ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ, നല്ല ടേസ്റ്റ് ആണ്. ഈ ഫ്രിഡ്ജിൽ വെച്ച് നമ്മളൊരു 6 മണിക്കൂർ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഇച്ചിരി ടേസ്റ്റ് കൂടും. കിച്ചപ്പാന്ന് ഞങ്ങൾ വിളിക്കുന്ന കിച്ചപ്പായ്ക്ക് നല്ല നല്ല ഡിഷസ് ഉണ്ടാക്കാൻ അറിയാം. ഒരു സൂപ്പർ കുക്കാണ്. കിച്ചപ്പായ കൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കാണിക്കണമെന്നുണ്ട്. പക്ഷെ കിച്ചപ്പ തിരിച്ചു പോവുക. നാളെ ഞങ്ങൾക്കൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു പോകും. ഇതാണ് എന്റെ ബോംബെയിലെ ചേച്ചി. ചേച്ചിയുടെ മോനാണ് കിച്ചപ്പ. ഈ വീട്ടിന്റെ ഓണർ. എന്റെ ഡാഡി, എന്റെ സിസ്റ്റർ, കസിൻ സിസ്റ്റർ, ഇവർ ഷീസ് ഫ്രം ബോംബെ. എല്ലാവരും ഫംഗ്ഷന് വേണ്ടി വന്നിരിക്കുക. സോ നിങ്ങളെ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. ഞാൻ നോക്കിക്കൊള്ളാം. ഫ്രിഡ്ജിൽ വെച്ച ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. 6 hours ഫ്രിഡ്ജിൽ ഇരുന്നാൽ ഇച്ചിരി കൂടെ സോക്ക് ചെയ്ത് ഇച്ചിരി ബെറ്റർ ആയിരിക്കും. ടേസ്റ്റ് ഉണ്ട്. പക്ഷെ പ്രത്യേകിച്ച് നമ്മുടെ ഈ കായലിന്റെ കരയിലിരുന്ന് ഇതിങ്ങനെ മെല്ലെ മെല്ലെ സിപ്പൊക്കെ ചെയ്ത്